ജാതിയുടെയോ മതത്തിന്റെയോ യാതൊരു അതിർവരമ്പുകളും ഇല്ലാത്ത, പള്ളിയിൽ നിന്ന് വരുന്നവർക്കും അമ്പലത്തിൽ വരുന്നവർക്കും ഒരുപോലെ ദർശനം നൽകുന്ന ഒരു ദൈവം നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, വടക്കൻ മലബാറിന്റെ കാവൽ ദൈവമായ സാക്ഷാൽ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ കഥയാണിത്. വലിയ കൊട്ടാരങ്ങളോ വലിയ ആചാരങ്ങളോ അല്ല, മറിച്ച് പാവപ്പെട്ടവന്റെ വിശപ്പകറ്റാൻ ഇറങ്ങിത്തിരിച്ച ഒരു വേടന്റെ യഥാർത്ഥ ഐതിഹ്യം. ജാതിഭേദമന്യേ ലക്ഷക്കണക്കിന് മനുഷ്യർ നെഞ്ചിലേറ്റുന്ന മുത്തപ്പൻ തെയ്യത്തിന്റെ ആ പുണ്യചരിത്രമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐതിഹ്യങ്ങൾ പ്രകാരം അയ്യങ്കര ഇല്ലത്തെ അന്തർജനത്തിന് കുളക്കടവിൽ നിന്ന് കിട്ടിയ ഒരു ദിവ്യബാലനായിരുന്നു മുത്തപ്പൻ. ചെറുപ്പം മുതലേ സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു അവൻ. താഴ്ന്ന ജാതിയിലുള്ളവരോടൊപ്പം നടക്കാനും നായാട്ട് നടത്താനും മദ്യവും മാംസവും കഴിക്കാനും ഇഷ്ടപ്പെട്ടിരുന്ന ആ കുട്ടിയെ ഉയർന്ന ജാതിക്കാരായ വീട്ടുകാർ വിലക്കി. ഒടുവിൽ ഇല്ലത്തെ ആചാരങ്ങൾ പൊരുത്തപ്പെടാതെ വന്നപ്പോൾ ആ ബാലൻ തന്റെ വിശ്വരൂപം കാണിച്ച് കാടുകളിലേക്ക് യാത്രയായി. വഴിമധ്യേ കുന്നത്തൂർ പാടിയിൽ എത്തിയ മുത്തപ്പൻ അവിടെയുണ്ടായിരുന്ന ചന്ദനൻ എന്ന പാവപ്പെട്ട ഒരു കള്ളുചെത്തുകാരന്റെ ഭക്തിയിൽ പ്രസന്നനായി അവന് ദർശനം നൽകി. പിന്നീട് അടിച്ചമർത്തപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവിച്ച മുത്തപ്പൻ ഒടുവിൽ പറശ്ശിനിക്കടവ് എന്ന പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നു എന്നാണ് കഥ. മുത്തപ്പന്റെ സന്നിധിയിൽ ജാതിയോ മതവോ ഇല്ല, അവിടെ അഹിന്ദുക്കൾക്കും പ്രവേശനമുണ്ട്. അവിടുത്തെ മറ്റൊരു പ്രത്യേകത മുത്തപ്പന്റെ കൂടെ എപ്പോഴുമുള്ള നായകളാണ്. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും പേരും ചായയും പ്രസാദമായി നൽകി വിശപ്പകറ്റുന്ന ആ വലിയ കാരുണ്യത്തിന്റെ പ്രതീകമാണ് മുത്തപ്പൻ. മനുഷ്യരെ ഒന്നായി കാണുന്ന മുത്തപ്പന്റെ ഈ മനോഹരമായ ഐതിഹ്യത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള യഥാർത്ഥ നാടൻ ചരിത്രങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.